Good afternoon. Okay, prepare ആയില്ലോ വണ്ടിയുള്ളൂ. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചിട്ടുണ്ടാവും. വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി. ഓക്കെ, അപ്പോൾ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ജോബ് ഓഫർ, അതിന്റെ ഓഫർ എംപ്ലോയ്മെന്റ്, അതിന്റെ ഒരു സാമ്പിള് അത് പറഞ്ഞു. പിന്നെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആ കോൺട്രാക്റ്റില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെ, അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. റേറ്റ് ഓഫ് പേ വേണം, hours of work, length of contract, then holidays and sick leaves, then termination of employment. അല്ലെ, ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് റിവിഷൻ ചെയ്യുക. കുറച്ച് റിവിഷൻ ചെയ്യുക. നമ്മുടെ ഏകദേശം ഒക്കെ പോർഷൻസ് ഒക്കെ തീരാറായിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് സെക്ഷനും കൂടി, കുറച്ച് പേജും കൂടി ആവുള്ളൂ അല്ലെ. ബാക്കി എല്ലാ ചാപ്റ്ററും ഒക്കെ കഴിഞ്ഞ് അപ്പൊ നിങ്ങൾ കുറച്ചായിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയാണ്, 5ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, നമുക്ക് അടുത്ത എന്താണ്, ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ്. ഒരു സെലക്ഷൻ പ്രോസസിന്റെ ഇവാലുവേഷന്റെ മൂല്യനിർണ്ണയം എങ്ങനെയാണ്, എന്താണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്, സെലക്ഷൻ പ്രോസസ്. Okay, the aim of the selection process is to select among the numerous applicants the best candidates for the given job opening. അപ്പോൾ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്? കുറെ ആപ്ലിക്കൻസിൽ നിന്ന് നമുക്ക് ആ ജോബ് ഓപ്പണിംഗിലേക്ക്, ആ ജോബിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാണ്. അതാണ് ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു 100 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും ചിലപ്പോ, അതിൽ നിന്ന് നമ്മൾ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളവര്, സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ ജോലി നിർവഹിക്കാൻ ഏറ്റവും കഴിവുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു അല്ലെ. സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സെലക്ഷൻ പ്രൊസീജിയർ. അപ്പോ സെലക്ഷൻ പ്രൊസീജിയറിന്റെ എയിം എന്താണ്? is to select among the numerous applicants. numerous applicants നിന്ന് സെലക്ട് ചെയ്യാണ് നമ്മൾ ആരെ, the best candidates. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു ഫോർ ദ ഗിവൺ ജോബ് ഓപ്പണിംഗ്. ആ ഒരു ജോബ് ഓപ്പണിംഗില് ആ ഒരു പൊസിഷനിലേക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കുറെ ആപ്ലിക്കേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ആപ്ലിക്കൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതാണ് ഈ സെലക്ഷൻ പ്രൊസീജിയറിന്റെ എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ അവിടെ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ. അണ്ടർലൈൻ ചെയ്യുക. എന്താണ് എയിം എന്ന് പറയുന്നത്? ടു സെലക്ട് among the numerous applicants the best candidates for the given job opening. ആ ഒരു ജോബിലേക്ക് കുറെ ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ എയിം എന്ന് പറയുന്നത്. The process is successful. ഇനി ഈ സെലക്ഷൻ പ്രൊസീജിയർ എപ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത്? എപ്പോഴാണ് ഒരു സെലക്ഷൻ പ്രൊസീജിയർ വിജയകരമായി എന്ന് പറയുന്നത്? എപ്പോഴാ? ഓൺലി when the selected employee give their best of their job. അല്ലെ, ആ സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് ഏറ്റവും അവരുടെ കഴിവിന്റെ പരമാവധി അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കാര്യങ്ങള് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അത് നൽകുക.
നേരല്ലേ ഈ സെലക്ഷൻ പ്രൊസീജിയർ സക്സസ്ഫുൾ ആയെന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോ നമ്മളിങ്ങനെ ടീച്ചേഴ്സിന് വേണമെന്നുള്ള അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ അവരെന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, സെലക്ഷൻ പ്രൊസീജിയർ നടത്തി, ക്ലാസ്സുകൾ കണ്ട് അതിൽ അവർക്ക് ഓക്കെ ആയിട്ടുള്ള കുറച്ച് പേരെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് റിജക്ട് ചെയ്തു. ഇനി ഇവരെടുത്ത നമ്മുടെ കമ്പനി എടുത്ത ഈ സെലക്ഷൻ പ്രൊസീജിയർ സക്സസ്ഫുൾ ആവുന്ന എപ്പോഴാ ഇപ്പൊ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് സെലക്ട് ചെയ്തു, ഇരുത്തി എന്ന് പറഞ്ഞതുകൊണ്ട് സെലക്ഷൻ പ്രൊസീജിയർ സക്സസ്ഫുൾ ആണോ? ഞാന് ആ ഒരു ജോബിലേക്ക് എന്റെ കഴിവിന്റെ പരമാവധി ഞാനിവിടെ പ്രയോജനപ്പെടുത്താം. അപ്പോഴല്ലേ ആ കമ്പനിക്ക് കൊള്ളാം, ഇയാളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തെറ്റിപ്പോയിട്ടില്ല, കുഴപ്പമില്ല, ഓക്കെയാണ് എന്നുള്ളത് വന്നാലല്ലേ ആ സെലക്ഷൻ പ്രൊസീജിയർ സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്. അല്ലാതെ കുറച്ചു പേരെ സെലക്ട് ചെയ്തു, അവരൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ പ്രൊസീജിയർ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴാണ് ഒരു സെലക്ഷൻ പ്രൊസീജിയർ സക്സസ്ഫുൾ ആവുന്നത്? എപ്പോഴാ? when the selected employee give their best of their jobs. അവന് ആ സെലക്ട് ചെയ്ത എംപ്ലോയീസ് അവരുടെ ജോലിക്ക് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നല്ല രീതിയിൽ അവര് കഴിവുകൾ അവരെ പ്രയോജനപ്പെടുത്തുമ്പോൾ ആൻഡ് വർക്ക് സിൻസിയർലി ടു അച്ചീവ് ദെയർ ഗോൾസ്. ഇനി എന്താ? ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. എന്തെങ്കിലും ഇപ്പൊ രീതിയിൽ ചെയ്യാൻ പറയാം, സിൻസിയർലി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടി? ടു അച്ചീവ് ദെയർ ഗോൾസ്. ആ കമ്പനിയുടെ ഗോൾ എന്താണ്, ആ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ അവരുടെ കഴിവിന്റെ പരമാവധി ആ കമ്പനിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക കാര്യങ്ങൾ. അന്നേരം മാത്രമാണ് ഒരു സെലക്ഷൻ പ്രോസസ് അവിടെ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തോ കേട്ടോ, ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴും പിന്നെ ആ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്, ഗോൾ എന്താണ്, അത് നേടിയെടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുമ്പോഴും മാത്രമാണ് ആ സെലക്ഷൻ പ്രോസസ് വിജയകരമാകുള്ളൂ. കമ്പനിക്ക് അത് തോന്നുന്നേ, കൊള്ളാം, ഇത് സെലക്ട് ചെയ്തിട്ട് ഓക്കെയാണ്, നല്ല വർക്കാണ്, അവര് നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ തെറ്റിയിട്ടില്ല എന്ന് കമ്പനിക്ക് തന്നെ തോന്നും. അപ്പോഴാണ് ശരിക്കും ആ സെലക്ഷൻ പ്രോസസ് സക്സസ്ഫുൾ ആവുന്നത്. ഇനി ഇവിടെ നോക്കിയ Dale S. Beach recommends that the selection procedure should be audited regularly to measure its effectiveness. Underline ചെയ്തോട്ടോ. According to Dale S. Beach, Dale S. Beach എന്താ പറയുന്നത്? The selection procedure എങ്ങനെയാണ്? should be audited regularly. റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? to measure its effectiveness. അതിന്റെ ഫലപ്രാപ്തി, എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി, അളക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സെലക്ഷൻ പ്രൊസീജിയർ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. സെലക്ഷൻ പ്രൊസീജിയർ ഷുഡ് ബി ഓഡിറ്റഡ് റെഗുലർലി ടു measure its effectiveness. Okay, അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് റെക്കമെൻഡ്സ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. Dale S. Beach പറയുന്നതാണ് സെലക്ഷൻ പ്രൊസീജിയർ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി അതിന്റെ ഫലപ്രാപ്തി, എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. സെലക്ഷൻ പ്രൊസീജിയർ റെഗുലർ ആയിട്ട് ചെയ്യണം. അപ്പോ ആ ഫസ്റ്റ് പാരഗ്രാഫില് 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അവിടെ മൂന്നാമത്തെ സെന്റൻസ് ഉണ്ട് അല്ലെ, the effectiveness of the selection process should be assessed from time to time. അതായത് ആ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഫലപ്രാപ്തി എങ്ങനെയാ ചെയ്യണം? അസസ് ചെയ്യണം. കാലങ്ങളിൽ അത് വിലയിരുത്തണം. പിന്നീട് അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ അങ്ങനെ പോരാ, അത് ആ കറക്റ്റ് ടൈം ടു ടൈം കണ്ടോ, കറക്റ്റ് ടൈമിൽ തന്നെ അത് അസസ് ചെയ്യണം എന്നാ പറഞ്ഞേക്കണത്. The effectiveness of the selection procedure should be assessed. ഇങ്ങനെ അസസ് ചെയ്യണം from time to time. കാലാകാലങ്ങളിൽ ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഫലപ്രാപ്തി മെഷർ ചെയ്യണം. ഓക്കെ, അസസ് ചെയ്യണം, അത് വിലയിരുത്തണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എക്സാമിന് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, അതെന്താണ്? The below mentioned questions can give a broad and comprehensive guidelines for the assessment of the selection program. ഒരു സെലക്ഷൻ പ്രോഗ്രാം
പ്രോഗ്രാം അസസ് ചെയ്യുന്നതിന് വേണ്ടി, അത് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മാർഗനിർദ്ദേശങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, അതിന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? The below mentioned questions can give a broad and comprehensive guidelines. broad വിശാലമായിട്ടുള്ള, comprehensive സമഗ്രമായിട്ടുള്ള ഒരു ഗൈഡ്ലൈൻസ് നൽകും. ഈ ക്വസ്റ്റ്യൻസ്, താഴെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താ, ഒരു വിശാലമായിട്ടുള്ള, ഒരു സമഗ്രമായിട്ടുള്ള ഗൈഡ്ലൈൻസ് നൽകും, മാർഗനിർദ്ദേശം നൽകും. ഫോർ, എന്തിനു വേണ്ടി? അസസ്മെന്റ് ഓഫ് ദ സെലക്ഷൻ പ്രോഗ്രാം. ഒരു സെലക്ഷൻ പ്രോഗ്രാം അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് വിശാലമായിട്ടുള്ള, സമഗ്രമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകും. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ, സെലക്ഷൻ പ്രോഗ്രാം അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗൈഡ് ലൈൻസ് നൽകും. ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിന് ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ഉണ്ടാവില്ല. ഒന്നാമത്തെ എന്താണ്? അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം, സെലക്ഷൻ പ്രോഗ്രാം അനലൈസ് ചെയ്യുക, അല്ലെ, വിശകലനം ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത്. എന്തിനാ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? എന്തിനാണ് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചേക്കുന്നത്? ഒരു ഗൈഡ് ലൈൻസ് ആണ്. സെലക്ഷൻ പ്രോഗ്രാം വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം ഈ ക്വസ്റ്റ്യൻസ് നൽകും. അപ്പൊ ഇത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് നോക്കി അതിന്റെ രീതിയിൽ നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ എന്താണ് ക്വസ്റ്റ്യൻ? അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം. സെലക്ഷൻ പ്രോഗ്രാമിന്റെ വിശകലനം. എന്താ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസ് ആർ ഇൻ ലൈൻ വിത്ത് ദ സെലക്ഷൻ പ്രോഗ്രാം ഓർ നോട്ട്. ഹ്യൂമൻ മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് ആർ പൊരുത്തപ്പെടുന്നുണ്ടോ പിന്നെ സെലക്ഷൻ പ്രോഗ്രാം ഓർ നോട്ട്? ഒരു സെലക്ഷൻ പ്രോഗ്രാമുമായിട്ട് ഈ ഹ്യൂമൻ റിസോഴ്സ് തിയറി പ്രാക്ടീസ്, അതിന്റെ പരിചയം, ഹ്യൂമൻ റിസോഴ്സ് തിയറി എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ഷൻ പ്രോഗ്രാമുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? അതിനെ ബേസ് ചെയ്തിട്ടാണോ? അതാണ് സെലക്ഷൻ പ്രോഗ്രാമുമായിട്ട് എന്ത് ചെയ്തിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ? എന്ത്? ഹ്യൂമൻ റിസോഴ്സ് തിയറി ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അടുത്ത് നോക്കിയേ, whether the policies of selection are clearly stated and the proper process is created or not. ഇനി പോളിസി, സെലക്ഷൻ പോളിസികള് ക്ലിയർ ആയിട്ട് പ്രസ്താവിച്ചിട്ടുണ്ടോ? ആൻഡ് the proper process is created or not. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഏതാണ് ആ പോളിസി? ആ സെലക്ഷൻ പോളിസികള് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? Whether the policy of selection are clearly stated. ആ പോളിസി വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് പ്രോപ്പർ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ സെലക്ഷൻ പ്രോസസ് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളത്? ആ സെലക്ഷൻ പോളിസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർ പ്രോസസ് സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ? ക്രിയേറ്റഡ് ഓർ നോട്ട്? Then, മൂന്നാമത്തെ എന്താ? Are the employment and the public policy at par with each other or not? Public policy അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, തൊഴില്, ഇതെല്ലാം എന്താണ്? പരസ്പരം തുല്യമാണോ അല്ലയോ? At par with each other or not? പരസ്പരം അത് തുല്യമാണോ? ഏത് അക്കൗണ്ടിലും പബ്ലിക് പോളിസി പരസ്പരം തുല്യമാണോ അല്ലയോ? അടുത്തത്, are the wage level, അവർക്ക് കൊടുക്കുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന വേജ് ലെവല്, എംപ്ലോയിയുടെ ബെനിഫിറ്റുകള്, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവിടുത്തെ വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആ എംപ്ലോയീസിന്റെ വേജ് ലെവല്, എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റുകള് ആൻഡ് ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം എന്താ? ആ ഓർഗനൈസേഷനുള്ളിലുള്ളത് ഗുഡ് ഇനഫ് to attract and sustain good employee. കണ്ടോ? നല്ല എംപ്ലോയിനെ നിലനിർത്താനും അവരെ അട്രാക്ട് ചെയ്യാനും ഗുഡ് ഇനഫ് ആണോ എന്താ ചോദിച്ചേക്കണേ? അത് പര്യാപ്തമാണോ? എന്തോ ഇപ്പൊ എംപ്ലോയീസിനെ അവിടെ നിലനിർത്തണമെങ്കിൽ എന്താ? നല്ല വേജസ് കൊടുക്കണം, നല്ല ബെനിഫിറ്റ്സ് കഴിക്കണം,
എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവണം അല്ലെ, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് എംപ്ലോയീസിനെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് വേജ് ലെവല്, എംപ്ലോയിയുടെ ബെനിഫിറ്റ്, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻ എംപ്ലോയി, ഇതെല്ലാം എന്താണ് ആ എംപ്ലോയീസിനെ നിലനിർത്തുന്നതിനും മറ്റുള്ള എംപ്ലോയീസിനെ നമ്മൾ ആകർഷിക്കാൻ, അട്രാക്ട് ചെയ്യാൻ, ആ ഒരു സ്ഥാപനത്തിലേക്ക് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനും അവരെ നിലനിർത്താനും പര്യാപ്തമാണോ? ഓക്കെ. ഒന്നാമത്തെ അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് അവിടെ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ഒരു സെലക്ഷൻ പ്രോഗ്രാം അസസ് ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ, മാർഗനിർദ്ദേശമാണത്. അപ്പൊ ഇതുപോലെയൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെയും കൂടി ബേസ് ചെയ്തിട്ട് വേണം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ എന്താണ്, ആർ ദ പ്രോഗ്രാം ആൻഡ് പ്രൊസീജിയർ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ്. കണ്ടോ, അടുത്തൊരു ചോദ്യം എന്താണ് ചോദിച്ചേക്കുന്നത്, എല്ലാ പ്രോഗ്രാമുകളും സെലക്ഷൻ പ്രോഗ്രാം അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആളുകളോട്, ടു ഓൾ ദോസ് പീപ്പിൾ ഹു ആർ കൺസേൺഡ്. അതായത് സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകള്, അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ആളുകളില്ലേ, അവരുമായിട്ട് എല്ലാ സെലക്ഷൻ പ്രോഗ്രാമും അവിടുത്തെ പ്രൊസീജിയറും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? കണ്ടോ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അടുത്ത നോക്കിയേ, ഹൗ എഫക്റ്റീവ് ഈസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ആ പ്രോഗ്രാമിന്റെ നടത്തിപ്പ് എത്രത്തോളം ഫലപ്രദമാണ്, ഹൗ എഫക്റ്റീവ്, എത്രത്തോളം എഫക്റ്റീവ് ആണ് ഇത് ആ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്, ആ പ്രോഗ്രാമിന്റെ നടപ്പിലാക്കൽ എത്രത്തോളം എഫക്റ്റീവ് ആണ്. How effective is the implementation of the program? Okay. ആ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് എത്രത്തോളം എഫക്റ്റീവ് ആണ്. Okay. How effective is the implementation of the program? പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കുന്നത് എത്രത്തോളം ഫലപ്രദമാണ്. ഇനി അത് നോക്കിയാൽ വീണ്ടും അതിന്റെ സബായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തേണ്ട. ആർ ദ പീപ്പിൾ എക്സിക്യൂട്ടിംഗ് ദ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം പ്രോപ്പർലി ട്രെയിൻഡ് ടു ഡു സോ? ഉണ്ടോ? എന്താ ഈ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഈ എക്സിക്യൂട്ട് ചെയ്യാൻ വെച്ചാൽ നിർവഹിക്കുക, പെർഫോം ചെയ്യുക. ആ നടപ്പിലാക്കുന്ന ആളുകളില്ലേ, അല്ലെ അത് നിർവഹിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ആർക്കും ചെന്ന് സെലക്ഷൻ പ്രോഗ്രാം നടത്താൻ പറ്റില്ല. ആ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നിർവഹിക്കുന്ന ആളുകള് അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണോ, കിട്ടിയിട്ടുണ്ടോ? പ്രോപ്പർലി ട്രെയിൻഡ് ടു ഡു സോ. അത് ചെയ്യാൻ, ആ ഒരു സെലക്ഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യാനായിട്ട്, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യാനൊക്കെ വേണ്ടി, നടത്താൻ വേണ്ടിയിട്ട് എന്താണ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നിർവഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവിടെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? Then, is the actual performance of the program at par with the set target? അതായത് ഈ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ്, സെലക്ഷൻ പ്രോഗ്രാമിന്റെ പെർഫോമൻസ്, യഥാർത്ഥ പ്രകടനം ഇതുമായിട്ട് അറ്റ് പാർ വിത്ത് ദ സെറ്റ് ടാർഗറ്റ്, ടാർഗറ്റുമായിട്ടുള്ള ടാർഗറ്റിന് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾക്ക് തുല്യമാണോ? അറ്റ് പാർ, തുല്യമാണോ? ആ ടാർഗറ്റിന് തുല്യമാണോ? Actual performance of the program at par with the set target. അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ്, നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് തുല്യമാണോ? ഇനി അടുത്ത നോക്കിയേ, ആർ പോളിസി ആൻഡ് പ്രൊസീജിയർ ഗൈഡ്ലൈൻസ് ക്രിയേറ്റഡ് ആൻഡ് യൂസ്ഡ്. ആർ ദ പോളിസി, പോളിസികള് പ്രൊസീജിയർ, ഈ പോളിസി പ്രൊസീജിയർ ഗൈഡ്ലൈൻസ് നിർദ്ദേശങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ആൻഡ് അത് ഉപയോഗിച്ചിട്ടുണ്ടോ? ആൻഡ് യൂസ്ഡ്. കറക്റ്റ് ആയിട്ടുള്ള പോളിസി പ്രൊസീജിയർ, അത് മാർഗനിർദ്ദേശങ്ങൾ. ഇപ്പൊ സെലക്ഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ എന്താ പറയാ, അതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ, മാർഗനിർദ്ദേശങ്ങൾ, പോളിസി പ്രൊസീജിയർ ഗൈഡ് ലൈൻസ് സൃഷ്ടിച്ചിട്ടുണ്ടോ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത്രയും 3 പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇതൊക്കെ വേറൊന്നുമല്ല, നമ്മുടെ ഒരു സെലക്ഷൻ പ്രോഗ്രാമിന്റെ വിലയിരുത്തലിന് ഈ പറയുന്ന കാര്യങ്ങള്
അല്ലെ? ഒരു ഗൈഡ് ലൈൻസ് നൽകും ഈ ക്വസ്റ്റ്യൻസ്, ഒരു മാർഗനിർദ്ദേശം നൽകും. ഇനി അടുത്തത് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ആണ്. What the kind of company image is developed in the eyes of placement officers of the universities, colleges, public and private employment agencies regarding the methodology used by the company for executing its recruitment program? ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്തുമായിട്ട്, റിഗാർഡിംഗ് ദ മെത്തഡോളജി യൂസ്ഡ് ബൈ ദ കമ്പനി, ആ കമ്പനി ഉപയോഗിക്കുന്ന മെത്തഡോളജിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഈ യൂണിവേഴ്സിറ്റീസ്, കോളേജ്, പബ്ലിക് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, ഇവിടെയൊക്കെയുള്ള ഓഫീസേഴ്സ്മാര്, പ്ലേസ്മെന്റ് ഓഫീസർമാരുടെ കമ്പനിയുടെ ഇമേജ്, എന്ത് തരത്തിലുള്ള ഇമേജ് ആണ് ഡെവലപ്പ് ചെയ്തേക്കണേ, എങ്ങനെയാണ് അവരുടെ ഇമേജ്, company image is developed. What kind of company image is developed in the eyes of placement officer? ഈ പ്ലേസ്മെന്റ് ഓഫീസർമാരുടെ കണ്ണില് കമ്പനിയുടെ ഇമേജ്, കമ്പനിയുടെ പ്രതിച്ഛായ, അല്ലെ, കമ്പനിയുടെ ഇമേജ് എന്ത് തരത്തിലുള്ള ഇമേജ് ആണ്? What kind of image is developed? ആ കമ്പനിയെ കുറിച്ച് ഇമേജ് എന്ത് തരത്തിലുള്ളതാണ്? ഇനി has the research been conducted on the currently hired employees and the applicant discarded in order to find out the treatment given to them by the company during the selection procedure? Has the research been conducted on the currently hired employee? ഇപ്പൊ നിലവിൽ നിയമിക്കപ്പെട്ട എംപ്ലോയീസ് and the applicant discarded ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിട്ടുള്ള applicants ഉണ്ടോ, അവരുമായിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിലവിലുള്ള എംപ്ലോയീസ്, ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള നിരസിക്കപ്പെട്ട ആപ്ലിക്കൻസ്, അവരുമായിട്ട് ഒരു റിസർച്ച് എന്താണ് അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ? റിസർച്ച് ബീൻ കണ്ടക്ടഡ് ആണോ ഓൺ കറന്റ്ലി നിലവില് അപ്പോ നിയമിച്ചിട്ടുള്ള എംപ്ലോയീസും ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള എംപ്ലോയീസും തമ്മിൽ എന്താണ് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? എന്തിനു വേണ്ടി? in order to find out the treatment given by the company during the selection procedure. സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അല്ലെ, സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് in order to find out, ഫൈൻഡ് ഔട്ട് ചെയ്യാം, കണ്ടെത്തുന്നതിന് എങ്ങനെയാണ് അവര് പെരുമാറിയതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഹയർഡ് എംപ്ലോയീസ്, നിലവിൽ നിയമിച്ചിട്ടുള്ള എംപ്ലോയീസും ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിരസിക്കപ്പെട്ടിട്ടുള്ള ആപ്ലിക്കൻസ്, അവർ തമ്മിൽ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടോ, കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? ഇനി what is the number of candidates who have refused to join the organization due to the poor working environment, image, etc. ഇനി what is the number of candidates? Candidatesന്റെ എണ്ണാണ് എങ്ങനെ? who have refused to join the organization. ആ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് റിഫ്യൂസ് ചെയ്ത, നിരസിച്ച, ആ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ നിരസിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എത്രയാണ്? what is the number? എന്തുകൊണ്ട്? poor working environment, ചിലപ്പോ വർക്കിംഗ് അന്തരീക്ഷം അത്ര നല്ലതാവണമെന്നില്ല, അല്ലെങ്കിൽ ലോ സാലറി പാക്കേജ്, അവർക്ക് സാലറി പാക്കേജ് കുറവാണെങ്കിൽ കുറെ ആളുകൾക്ക് റിഫ്യൂസ് ചെയ്യാം, ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നത് നിരസിക്കാം. പൂർ ഇമേജ്, കമ്പനിയുടെ ഒരു പൂർ ഇമേജ്, ഇത് കാരണം ഒക്കെ എന്താണ് ആ ജോലി ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് നിരസിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എത്രയാ? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്? കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എത്രയാ? എങ്ങനെയുള്ളത്? refused to join the organization. ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട് നിരസിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. what is the number? then അടുത്ത നോക്കിയേ, അത്രയും ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അനാലിസിസ് ഓഫ് റിസൾട്ട്. അനാലിസിസ് ഓഫ് റിസൾട്ട്, റിസൾട്ടിന്റെ വിശകലനം. അനാലിസിസ് ഓഫ് റിസൾട്ടിന്റെ വിശകലനം. What are the performance level of the new recruits? കണ്ടോ, ഇനി ഈ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തവരില്ലേ,
അവരുടെ പെർഫോമൻസ് ലെവല് എന്താണ്? ഉണ്ടോ? അടുത്ത അനാലിസിസ് ആണ്. റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞേക്കുന്നത്. പെർഫോമൻസ് ലെവല് ആക്കടെ ന്യൂ റിക്രൂട്ട്സ്, പുതിയതായിട്ട് നിയമിക്കപ്പെട്ടവരുടെ ആ പെർഫോമൻസ് ലെവൽ എന്താണ്? പെർഫോമൻസ് ലെവൽ എന്താണ്? ആ പെർഫോമൻസ് ലെവല് പുതിയതായിട്ടുള്ളവരാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കമ്പനിക്ക് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ അറിയാൻ പറ്റും. കമ്പനിക്കും ഫെമിലിയർ ആണെങ്കിൽ അവർക്കും കമ്പനിക്ക് ഫെമിലിയർ ആയിരിക്കും അവർക്കും, അല്ലെ? പുതിയതായിട്ടുള്ളവരുടെ ആ പെർഫോമൻസ് ലെവല് എന്താണ്? ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താണ് മൊത്തത്തിലുള്ള ആപ്ലിക്കൻസ് ഇല്ലേ, അതില് എത്ര പേര് റിക്രൂട്ട് ചെയ്തു? ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഹൗ മെനി വേർ റിക്രൂട്ടഡ്? മൊത്തം ആപ്ലിക്കൻസ് അതില് എത്ര പേര് എന്ത് ചെയ്തു? റിക്രൂട്ട് ചെയ്തു. Then out of the total number of candidates recruited, how many were able to complete the probation period successfully? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ റിക്രൂട്ട് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സില് എത്ര പേര് ആ പ്രൊബേഷൻ പീരീഡ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു? 20 പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്തെങ്കിൽ അതിൽ ആ ഒരു 6 മാസമൊക്കെ ഉണ്ടാവല്ലോ. പല ഇതിന്റെ ജോലിയുടെ അനുസരിച്ചാണ് പ്രൊബേഷൻ പീരീഡ് എത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമല്ലേ അവർക്ക് സ്ഥിരം എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിയണം, അല്ലെ? അപ്പൊ ആ പ്രൊബേഷൻ പീരീഡ് എത്ര പേര് സക്സസ്ഫുൾ ആയിട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തു? What was the percentage of the applicant who resigned because what was communicated to them during the interview not matching the exact job condition? യഥാർത്ഥത്തിലുള്ള ജോബ് കണ്ടീഷനുമായിട്ട് മാച്ചല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇന്റർവ്യൂവിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയത് മൂലം ഈ എന്താണ് റിസൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസ്. What was the percentage of the applicants who resigned? റിസൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ്, ജോലി റിസൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷന്റെ പെർസെന്റേജ്. ബിക്കോസ് എന്ത് കാരണം കൊണ്ടാ? വാട്ട് വാസ് കമ്മ്യൂണിക്കേറ്റഡ്, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ഇന്റർവ്യൂവില്? അത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഏതുമായിട്ട്? യഥാർത്ഥത്തിലുള്ള ജോബ് കണ്ടീഷനുമായിട്ട് മാച്ച് അല്ലാത്തത് കൊണ്ട് ഇന്റർവ്യൂവില് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മൂലം ജോലി റിസൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ്. What is the percentage turnover due to inappropriate selection? അനുയോജ്യമല്ലാത്ത സെലക്ഷൻ കാരണം ഈ ജോലിയിൽ നിന്ന് പോയവര്, ഒഴിഞ്ഞു പോക്കാണ് ടേൺഓവർ. എത്ര പേര് ജോലിയിൽ നിന്ന് എന്ത് ചെയ്തു? എത്ര പേരല്ല, പെർസെന്റേജ്, എത്ര പെർസെന്റേജ് ആപ്ലിക്കൻസ് എന്ത് ചെയ്തു? ടേൺഓവർ ആയി. Percentage of turnover, ജോലിയിൽ നിന്ന് ടേൺഓവർ ആയിട്ടുള്ള പെർസെന്റേജ് ഡ്യൂ ടു ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ, അനുയോജ്യമല്ലാത്ത സെലക്ഷൻ മൂലം ജോലിയിൽ നിന്ന് നമ്മള് ടേൺഓവർ ആയിട്ടുള്ള ഒഴിഞ്ഞു പോയിട്ടുള്ളവരുടെ പെർസെന്റേജ്. Okay, what is the percentage of turnover due to inappropriate selection? അനുയോജ്യമല്ലാത്ത സെലക്ഷൻ മൂലം ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളവരുടെ പെർസെന്റേജ്. What is the contribution of the selection method used such as test, interview, medical examination, etc. to the overall selection program? Okay, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ടെസ്റ്റുകള്, ഇന്റർവ്യൂകള്, മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സെലക്ഷൻ മെത്തേഡിന്റെ മൊത്തത്തിലുള്ള ഒരു സെലക്ഷൻ പ്രോഗ്രാം, അതിനുവേണ്ടി എന്താണ് കോൺട്രിബ്യൂഷൻ നൽകിയത്? വാട്ട് ഇസ് ദ കോൺട്രിബ്യൂഷൻ? എന്താണ് കോൺട്രിബ്യൂഷൻ ഇതിന്റെ സെലക്ഷൻ മെത്തേഡിന്റെ? ടെസ്റ്റിലും ഇന്റർവ്യൂവിലും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ ഓവറോൾ ആയിട്ട് സെലക്ഷൻ പ്രോഗ്രാമില് സെലക്ഷൻ മെത്തേഡിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഉണ്ടോ? ഉപയോഗിക്കുന്ന ഈ ടെസ്റ്റിനും ഇന്റർവ്യൂവിലും മെഡിക്കൽ എക്സാമിനേഷനും ഓവറോൾ സെലക്ഷൻ പ്രോഗ്രാമിലും ഉപയോഗിക്കുന്ന സെലക്ഷൻ മെത്തേഡ്, അതിന്റെ കോൺട്രിബ്യൂഷൻ. ഫോർകാസ്റ്റ് മുൻകൂട്ടി കാണുക. ഡൺ ബൈ ദ സെലക്ഷൻ ടൂൾസ് ട്രൂ, നടത്തിയ ആ ഒരു പ്രവചനം ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത് സത്യമാണെന്ന് തെളിഞ്ഞോ?
ട്രൂ, സത്യമാണോ എന്ന് പ്രൂവ് ചെയ്തോ? With the forecast done by the selection tool prove true. The selection devices used validated properly. Selection process എന്താണ് correct ആയിട്ട് selection devices, other selection devices used validated properly. Selection devices ഉപയോഗിക്കുന്ന selection devices validated correct ആയിട്ടുള്ള validated properly. അത്രയാണ് അനാലിസിസ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ സെലക്ഷൻ പ്രോഗ്രാമിന്റെ ഒരു വിലയിരുത്തൽ ഫ്ലോഡ് ആൻഡ് കോംപ്രിഹെൻസീവ് ഗൈഡ്ലൈൻസ് നൽകും. ഈ ഒരു പേജ് ഇത് നിങ്ങൾ എന്താ പറയാ എന്താ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ഷൻ പ്രോഗ്രാമിന്റെ വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം നൽകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വായിച്ചു നോക്കണം. അതിനൊന്നും വേറെ അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും എക്സാമിന് ചോദിക്കൂല കേട്ടോ. നമുക്കത് പറയാതിരിക്കാനും പറ്റില്ല. പഠിക്കാനുണ്ട് ബാരിയേഴ്സ്, ഒരു സെലക്ഷന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, സെലക്ഷൻ പ്രോഗ്രാമിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, സാമ്പിൾ ഇവിടെ ഇട്ടേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? കുറച്ച് നിങ്ങൾക്ക് വായിച്ചപ്പോ തന്നെ മനസ്സിലായല്ലോ, കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. വേറെ ഒന്നിനു വേണ്ടിയല്ല, നമ്മുടെ സെലക്ഷൻ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈൻസ് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു നോക്കണോ? ഇനി വേണ്ടല്ലോ, നെക്സ്റ്റിലേക്ക് പോകാം. ബാരിയേഴ്സ് എന്തൊക്കെയാണ് ഒരു സെലക്ഷന്റെ ബാരിയർ? ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ബാരിയർ? ബാരിയർ എന്താ? ബാരിയർ എന്താ? ബാരിയേഴ്സ് ടു സെലക്ഷൻ. തടസ്സം. ഓക്കെ, മെസ്സേജ് അയക്കാനുള്ളത് സംസാരിക്കാം. അറിയാം, സെലക്ഷന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിന് പേര് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് ബാരിയേഴ്സ് എന്നുള്ളത്? to effective selection are as follows. എന്തൊക്കെയാണ് ഒരു ഫലപ്രദമായിട്ടുള്ള സെലക്ഷന്റെ ബാരിയേഴ്സ്, തടസ്സങ്ങൾ? ഫസ്റ്റ് നോക്കേ, diversity of selection approaches. സെലക്ഷന്റെ അപ്രോച്ച്, സെലക്ഷൻ അപ്രോച്ചിന്റെ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം. വൈവിധ്യം. Barriers to effective selection are as follows. സെലക്ഷന്റെ ബാരിയേഴ്സ് ആണ് കേട്ടോ. ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചസ്. ഒന്നാമത്തെ എന്താ? സെലക്ഷൻ അപ്രോച്ചിന്റെ ഡൈവേഴ്സിറ്റി തടസ്സമാണ്. എന്താ? നമുക്ക് പല തരത്തിലുള്ള സെലക്ഷൻ അപ്രോച്ചസ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല, സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റൂല. പല തരത്തിലുള്ള സെലക്ഷൻ സമീപനങ്ങളുണ്ട്, അപ്രോച്ചുകളുണ്ട്. സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്, അസസ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം വിലയിരുത്താനായിട്ട് സെലക്ഷൻ അപ്രോച്ചസ് വ്യത്യാസപ്പെടുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കഴിവുകളുള്ള അല്ലെങ്കിൽ എല്ലാത്തിനെയും വിലയിരുത്താൻ പറ്റുന്ന ഒരു കഴിവുള്ള മാനേജർ നമുക്കില്ല. കഴിവില്ലാത്ത മാനേജർ നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? സെലക്ഷൻ അപ്രോച്ച് വേരിയാണ്, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇതിപ്പോ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന സെലക്ഷൻ അപ്രോച്ച് ആയിരിക്കില്ല വേറെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നത്, അവിടെ വ്യത്യാസം വരാം. അപ്പൊ എല്ലാ രീതിയിലുമുള്ള ഈ പല കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരെ വിലയിരുത്താനായിട്ട് പല സെലക്ഷൻ അപ്രോച്ചുകളാണ്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം അസസ് ചെയ്യുന്ന കറക്റ്റ് മാനേജറിനെ തന്നെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം അല്ലെ? അപ്പൊ അത് ഒരുപാട് സെലക്ഷൻ അപ്രോച്ച് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ അപ്രോച്ച് ഇല്ല. കണ്ടോ? സെലക്ഷൻ അപ്രോച്ച്, ഒരു കോമൺ സെലക്ഷൻ അപ്രോച്ച് അവിടെ ഇല്ല. സെലക്ഷൻ അപ്രോച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന മാനേജർമാർ ഇല്ല. The variety of selection approaches and test.
എന്താ സെലക്ഷൻ അപ്രോച്ചുകൾ, സെലക്ഷൻ ടെസ്റ്റുകൾ വ്യത്യാസപ്പെടും. Represent that there is no one perfect way. പെർഫെക്റ്റ് വേ ഇല്ല, ശരിയായ മാർഗമില്ല ടു ചൂസ് ദ മാനേജേഴ്സ്. മാനേജേഴ്സിന് തിരഞ്ഞെടുക്കുന്നതിന് ഒരു പെർഫെക്റ്റ് മാർഗമില്ല. അതാണ് സെലക്ഷൻ അപ്രോച്ച്. ഓക്കെ, അപ്പൊ പേര് നോക്കി വെക്കാം. സെലക്ഷൻ അപ്രോച്ചില് വൈവിധ്യം. സെലക്ഷൻ അപ്രോച്ച് ടെസ്റ്റ് എല്ലാം വ്യത്യാസപ്പെടും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റുകളും സെലക്ഷൻ അപ്രോച്ചസും ഇല്ല. അതാണ് ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള മാനേജർമാര് അല്ലെ, അവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അവരെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് അതെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്ന മാനേജേഴ്സ് നമുക്കില്ല അവിടെ. ഇനി രണ്ടാമത്തെയാണ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷന്റെ അന്തരീക്ഷം മാറും, ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യും. ഉണ്ട്, സെലക്ഷൻ അപ്രോച്ച് ടെസ്റ്റ് വേരി ചെയ്യും. അതൊരു കാര്യം, അതൊരു ബാധ്യതയാണ്, ഒരു തടസ്സമല്ലേ നമുക്ക് അല്ലെ. ഒരു കോമൺ ആയിട്ടുള്ള സെലക്ഷൻ അപ്രോച്ചും സെലക്ഷൻ ടെസ്റ്റും ഇല്ല, അത് വേരി ചെയ്യും. അതൊരു ബാധ്യതയാണ്, ഒരു തടസ്സമാണ്. രണ്ടാമത്തെയാണ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷന്റെ അന്തരീക്ഷം ചേഞ്ച് ചെയ്യും. ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, ഓർഗനൈസേഷന്റെ അന്തരീക്ഷം ചേഞ്ച് ചെയ്യും എന്ന് വെച്ചാൽ എന്താ? ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ഹാസ് എ ടെൻഡൻസി ടു ചേഞ്ച് വിത്ത് ദ പീരീഡ് ഓഫ് ദ ടൈം. അല്ലെ, പീരീഡ് ഓഫ് ടൈം, കാലാകാലങ്ങളില് ആ ഒരു അന്തരീക്ഷം, ആ ഒരു സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും. The organization environment is also influenced by the designated person. അതിന് നിയോഗിക്കപ്പെട്ട സ്റ്റാഫിലെ അതിനനുസരിച്ച് ഓർഗനൈസേഷന്റെ അന്തരീക്ഷം ഇൻഫ്ലുവൻസ് ചെയ്യും, അതിനെ സ്വാധീനിക്കും. ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ ഇപ്പൊ ജോൺസിനെ ഞാനിവിടെ നമ്മുടെ ഹെഡാക്കി നിർത്തുകയാണ്. ഡെസിഗ്നേറ്റഡ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷന്റെ നിയുക്തമാക്കിയിട്ടുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ജോൺസിയാണ്. അപ്പൊ ജോൺസി എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, മാനേജ് ചെയ്തത്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആ അന്തരീക്ഷം മാറൂലേ. നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു സ്കൂളില് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു HM അവിടെ വന്നു, ആ ഒരു സ്കൂളിന്റെ അന്തരീക്ഷം മാറൂലേ. അപ്പൊ ആ വ്യക്തികളനുസരിച്ച് മാറും എന്നാ പറയുന്നത്. അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റൂല. ഇപ്പൊ HM വലിയ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ പിള്ളേര് മുഴുവനും തല്ലി കൊടുക്കണം. നമ്മൾ പറയില്ലേ, പുതിയ HM വന്നു, നല്ല സ്ട്രിക്റ്റ് ആണ് കേട്ടോ, ആ HM വന്നോടുകൂടി തന്നെ സ്കൂള് മാറി പറയാറില്ലേ. അതാണ് ഒരു നമ്മുടെ ഓർഗനൈസേഷന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ആ പേഴ്സണലിനനുസരിച്ച്, ആ സ്റ്റാഫിനെ, അതിന് നിയുക്തമാക്കിയിട്ടുള്ള സ്റ്റാഫിനെ അനുസരിച്ച് മാറും. ഇപ്പൊ ഞാനിവിടെ എന്നെ ഒരു പൊസിഷനിലേക്ക് ഇരുത്തുകയാണെങ്കിൽ എന്റെ ബേസിൽ എന്നെ അനുസരിച്ച് അവിടുത്തെ ആ അന്തരീക്ഷത്തിന് വ്യത്യാസം വരും. ഞാൻ എങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നു, ഞാൻ എങ്ങനെ നടപ്പിലാക്കുന്നു, അതിനനുസരിച്ച് അവിടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ വേറെ ആളാണെങ്കിൽ അയാളുടെ രീതിക്ക് അനുസരിച്ച് ആ വർക്കിംഗ് എൻവയോൺമെന്റ് വ്യത്യാസപ്പെടും എന്നാ പറയുന്നത്. ഓക്കെ, everyone has its unique working style and its result. ശരിയല്ലേ? എല്ലാവർക്കും അവരുടേതായ ഒരു വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്, റിസൾട്ട് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് നമ്മൾ 3 ടീച്ചേഴ്സ് അവിടെ എടുക്കുന്നത് എല്ലാവരും ഒരുപോലെയാണോ? നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇപ്പൊ മിസ്മാർ അല്ലെ, 3 മിസ്മാര്, അപ്പൊ എല്ലാവരുടെയും സ്റ്റൈല്, ടീച്ചിങ് സ്റ്റൈല് ഒക്കെ ഒരുപോലെയാണോ? കുറച്ച് വ്യത്യാസം ഉണ്ടോ? എല്ലാവരും പഠിപ്പിക്കുന്ന ഒരുപോലെയാണെങ്കിലും ഒരു ഇതാണെങ്കിലും ആ ഒരു ടീച്ചിങ് സ്റ്റൈലിന് വ്യത്യാസം ഉണ്ടാവില്ലേ? കുറച്ച് വ്യത്യാസം ഉണ്ടോ? ഇത് എല്ലാവരും ഒരുപോലെയാണോ? സംസാര രീതികൾ ഉണ്ടാവുമോ? ഇല്ലേ? അതെല്ലാവർക്കും പല ഇതനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഓരോരുത്തർക്കും അവരുടേതായ വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. അതാണ് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഓർഗനൈസേഷന്റെ അന്തരീക്ഷം. അതിനെ ഇൻട്രൊഡ്യൂസ് ഡിഫറെന്റ് managerial value and style and when they come into power, അവരെന്ത് ചെയ്യുന്നു? പല മാനേജറിയൽ വാല്യൂസ് ആൻഡ് സ്റ്റൈൽ, പല സ്റ്റൈൽ അവരുടേതായ സ്റ്റൈല് വേണമെങ്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ നമ്മളൊരു ഒരു ഹെഡായിട്ട് തിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പല
മാനേജറിയൽ വാല്യൂ സ്റ്റൈലുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് കമ്മിങ് ടു പവർ, നമുക്ക് നമ്മുടെ അധികാരം അവിടെ കാണിക്കാം. Then technical instruments used for the selection purposes are known to definite way. Kando, to forecast what the people will do well if they have a capability of doing it. Kando, അതായത് എന്താ, സെലക്ഷൻ ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ, സെലക്ഷൻ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ, അത് ചെയ്യാനായിട്ട് അവർക്ക് കഴിവുണ്ടെങ്കിൽ പോലും ആളുകള് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ ആ ടൂൾസ് ഇത് ഉപയോഗിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഇല്ല അതിനകത്ത്. ഈവൻ നമുക്ക് ഓരോ സെലക്ഷൻ പർപ്പസിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ടെക്നിക്കും ഒക്കെ ഒരുപോലെ ഇതാണെങ്കിലും നമുക്ക് ശരിയായ അത് പ്രവചിക്കാനുള്ള ഡെഫിനിറ്റ് വേ ഇല്ല. They are not a definite way to forecast. മുൻകൂട്ടി പ്രവചിക്കുക അല്ലെ, പ്രവചിക്കാനായിട്ട് മുൻകൂട്ടി കാണാനുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള മാർഗമില്ല. എനിക്ക് തരുന്ന പോലെ തന്നെ വേറെ ആൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ അവരെങ്ങനെ അവിടെ ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റൂല. അത് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പോലും അവരത് എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അതിനകത്ത് ആ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, the organizational environment is also influenced by the designated personnel. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഓക്കെ, അതിനകത്ത് ആ സെന്റൻസ്. പിന്നെ അടുത്ത് നോക്കിയേ, everyone has, ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തു. എല്ലാവർക്കും എന്തുണ്ട്, യൂണിക് വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. And as a result, and they introduce different managerial value and style, and they come into the power. അവരുടെ വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്, അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. ഓരോരുത്തർക്കും ഡിഫറെന്റ് പലതരത്തിലുള്ള മാനേജർ വാല്യൂ സ്റ്റൈലൊക്കെ ഉണ്ട്. അത് അവര് എന്ത് ചെയ്യുന്നു, അവരുടെ പവർ അവിടെ കാണിക്കുന്നു. ഇൻട്രൊഡ്യൂസ് പവർ കാണിക്കുന്നു. ഓരോരുത്തരും അവരുടേതായ വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. അതനുസരിച്ച് അവർ അധികാരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടേതായ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരും അല്ലെ, അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയറിലും എന്ത് വരാം, ഒരു മാറ്റങ്ങൾ വരാം. ഇനി അടുത്തതാണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. ടൈം, കോസ്റ്റ് എക്സ്പെൻസ്, സമയവും കോസ്റ്റും. Okay, most important element in the selection and the recruitment process are the time and the cost incurred while taking HR decision. അല്ലോ, എന്താ പറഞ്ഞേക്കുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാര്യമല്ല. ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഇതില് തീരുന്നതല്ല. ഒരു എന്താ പറയാ, അതൊരു വളരെ എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. ഒരുപാട് ചിലവുകൾ വരും അതിനകത്ത്. ഒരു സെലക്ഷൻ പ്രോസസ് നടത്തുന്നതിന് ഒരുപാട് ചെലവുകൾ വരും. HR മാനേജർ അപ്പൊ അതിനെ കുറിച്ച് എന്താ ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ്, തീരുമാനം എടുക്കേണ്ടതാണ്. HR ഡിസിഷൻ, HR മാനേജർ അതിൻ്റെതായ ഒരു തീരുമാനം എടുക്കുന്നതാണ്, തീരുമാനം എടുക്കേണ്ടതാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ സെലക്ഷൻ ആൻഡ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആർ ഡാഷ്. എന്തൊക്കെയാ, ടൈം ആൻഡ് കോസ്റ്റ്. അതിനു വേണ്ടി സെലക്ഷൻ പ്രോഗ്രാമിന് എടുക്കുന്ന ടൈം, അതിന് വരുന്ന ചിലവ്, ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇലമെന്റ് എന്ന് പറയുന്നത്. ടൈമും കോസ്റ്റും ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പൈസയും അതുപോലെ തന്നെ ടൈമും ചെലവാകും. Then it becomes necessary to recognize these elements such as advertising expense. ഇനി ഇതെങ്ങനെയാകാം,
ഈ എക്സ്പെൻസ് എങ്ങനെയാ? അഡ്വർടൈസിങ് എക്സ്പെൻസ്, പരസ്യങ്ങൾ കൊടുക്കൂലേ അല്ലെ? പരസ്യങ്ങൾ കൊടുക്കുന്നത്. ഏജൻസി ഫീസ്, ഏജൻസിയുടെ ഫീസ്. കോസ്റ്റ് ഓഫ് ദ ടെസ്റ്റ് മെറ്റീരിയൽ, ടെസ്റ്റ് മെറ്റീരിയലിന് വേണ്ടി ചെലവാകുന്ന കോസ്റ്റ്. ടൈം സ്പെൻഡ് ഇൻ ദ ഇന്റർവ്യൂ പ്രോസസ്, ഒരു ഇന്റർവ്യൂ പ്രോസസ്സിന് സ്പെൻഡ് ചെയ്യുന്ന ടൈം സ്പെൻഡ് ഇൻ ദ ഇന്റർവ്യൂ പ്രോസസ്, ഇന്റർവ്യൂ പ്രോസസ്സിൽ സ്പെൻഡ് ചെയ്യേണ്ട ടൈം. കോസ്റ്റ് ഇൻകറീഡ് ഇൻ റെഫറൻസ് ചെക്കിംഗ്, റെഫറൻസ് ചെക്കിങ്ങിന് വരുന്ന അതിലേക്ക് വേണ്ടി ചെലവാക്കുന്ന ആ കോസ്റ്റ്. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി വരുന്ന കോസ്റ്റ്. ഇതെല്ലാം തന്നെ അതൊരു സെലക്ഷൻ പ്രോസസ്സിന് എന്താണ് ഒരു തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ഏതൊക്കെയാ? അഡ്വർടൈസിംഗ് എക്സ്പെൻസ്, ഏജൻസി ഫീസ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽ, ടൈം സ്പെൻഡ് ഇൻ ദ ഇന്റർവ്യൂ പ്രോസസ്, കോസ്റ്റ് ഇൻകർഡ് ഇൻ റെഫറൻസ് ചെക്കിംഗ്, റെഫറൻസ് ചെക്കിങ്ങിന് വേണ്ടി വരുന്ന കോസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ കോസ്റ്റ്. ഇതെല്ലാം സെലക്ഷൻ ടീച്ചറിന് ഒരു തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി മൂന്നെണ്ണം ഒക്കെയാണോ? ഒന്നാമത്തെ സെലക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അതൊരു പ്രശ്നമാണ്, ബാരിയറാണ്. ഒരു കോമൺ ആയിട്ടുള്ള സെലക്ഷൻ അപ്രോച്ച് ടെസ്റ്റും ഇല്ല എന്നുള്ളത് കേട്ടോ. സെലക്ഷൻ അപ്രോച്ച് ആൻഡ് ടെസ്റ്റ് വേരി ചെയ്യും. അപ്പോൾ ഇതിനനുസരിച്ച് എല്ലാം ഉള്ള ഒരു മാനേജേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് വേ അവിടെ ഇല്ല. രണ്ടാമത്തെ ഓർഗനൈസേഷൻ അന്തരീക്ഷമാണ്. അതായത് നമ്മൾ ഓർഗനൈസേഷന് അന്തരീക്ഷവും എന്ത് ചെയ്യുന്നു, ആ ടൈം, ആ ഒരു പീരീഡ്, പർട്ടിക്കുലർ പീരീഡ് അനുസരിച്ച്, ആ ടൈം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കാനുള്ള ടെൻഡൻസിയാണ്. അതായത് അവിടെ ഡെസിഗ്നേറ്റഡ് പേഴ്സണൽ, അവിടെ നിയോഗിച്ചിട്ടുള്ള ആള്, അവരെ അനുസരിച്ച് ആ ഓർഗനൈസേഷന്റെ അന്തരീക്ഷം മാറും. ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റൈൽ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവരുടെ പവർ അവിടെ കാണിക്കും. അതിൻ്റെതായ മാനേജറൽ വാല്യൂ സ്റ്റൈൽ ഉണ്ട്. ഓർഗനൈസേഷന്റെ അന്തരീക്ഷവും ചേഞ്ച് ചെയ്യും. അതും ഒരു സെലക്ഷൻ പ്രോസസ്സിലുള്ള ഒരു ബാരിയറാണ്. മൂന്നാമത്തെയാണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. ടൈമും കോസ്റ്റ് എക്സ്പെൻസ് ചെലവാകുന്നത്. സെലക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. അതിന് കുറെ പൈസയും അതുപോലെ ടൈമും ഇതാണ്. ഇത്ര ആളുകളെയൊക്കെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിന് കുറച്ച് ടൈം കൊടുക്കുന്ന കാര്യമാണ്. അത് എന്താണ്, ഒരു ബാരിയറാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. ഇനി അവിടെ ഏതൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത്, ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയോ. അഡ്വർടൈസിങ് എക്സ്പെൻസ് അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ അവിടെ. അഡ്വർടൈസിങ് എക്സ്പെൻസ്, ഏജൻസി ഫീസ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽ, ടൈം സ്പെൻഡ് ഇൻ ദ ഇന്റർവ്യൂ പ്രോസസ്, കോസ്റ്റ് ഇൻകറീഡ് ഇൻ റെഫറൻസ് ചെക്കിംഗ്, മെഡിക്കൽ എക്സാമിനേഷൻ. ഇനി അടുത്തതാണ് പെർസെപ്ഷൻ. കാഴ്ചപ്പാട്, പെർസെപ്ഷൻ, കാഴ്ചപ്പാട്. Another barrier in selection, the right candidates is the ability to understand others correctly. കണ്ടോ, എന്താണ് അടുത്തൊരു ബാരിയർ എന്ന് പറയുന്നത്? ഈ ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അവര് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല അല്ലെ? ലാക്ക് ഓഫ് എബിലിറ്റി കുറവാണ്. എന്തിനാ? ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് കറക്റ്റ്ലി. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ പറ്റുക, അവരുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് എന്താ പറയാ, അതൊരു ബാരിയർ തന്നെയാ. ഇപ്പൊ നമ്മൾ കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യൂലേ, നമുക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാക്കാനായിട്ട്, കറക്റ്റ് ആയിട്ട് അവരുടെ കഴിവ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഇല്ല, കഴിവില്ല. അത് തന്നെയാണ് അടുത്തൊരു ബാരിയർ എന്ന് പറയുന്നത്. ചെയ്യുന്നത് അതായത് സെലക്ഷൻ നടത്തുമ്പോൾ നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി അല്ലെ, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. Selection requires an individual or group to measure and compare the respective competencies of others with an objective of choosing the right candidates by choosing. അതായത് ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെ, അവരെ തിരഞ്ഞെടുത്ത് എന്ന ലക്ഷ്യത്തോടെ ഒരു ഇൻഡിവിജ്വലിന്റെയോ
അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെയോ ഇൻഡിവിജ്വലിന്റെ ലുക്കിന്റെയോ കഴിവുകള് അളക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുകയും ചെയ്യേണ്ടത് സെലക്ഷന്റെ ഒരു ഭാഗമാണ്. അവരുടെ കഴിവുകളൊക്കെ അത് കമ്പയർ ചെയ്യുക എന്നുള്ളതും സെലക്ഷന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കണ്ടോ, സെലക്ഷൻ റിക്വയർസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടു മെഷർ and to compare the respective competencies of others. കഴിവുകൾ objective of choosing the right candidates for the job. ആ ജോലിക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ലക്ഷ്യമാണ്. എന്താണ്? അവരുടെ, അതായത് നമ്മൾക്ക് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരെ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെ, ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ അത് ഗ്രൂപ്പിന്റെയോ കഴിവുകൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെ? താരതമ്യം ചെയ്യേണ്ടത് സെലക്ഷൻ ഒരു ഭാഗമാണ്. അതല്ലേ നമ്മള് ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ നമ്മള് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 പേരെ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരാണ് ഏറ്റവും പെർഫെക്റ്റ്. കമ്പയർ ചെയ്യാണ് അവിടെ, അല്ലെ? മറ്റുള്ള ബാക്കി 95 പേരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 5 പേരുമാണ് ഏറ്റവും ബെസ്റ്റ്. അത് നമ്മൾ എന്നാലല്ലേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ അവനെ വെച്ച് നോക്കിയിട്ട് ഇവൻ കുറച്ചും കൂടി ബെറ്റർ ആണ്, കാര്യങ്ങൾ കുറച്ചും കൂടി ഓക്കെ ആണ്, നല്ല പെർഫെക്ഷൻ ഉണ്ട്, നല്ല നോളജ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അവർ വ്യൂ ആർ മച്ച് നമ്മുടെ വ്യൂ എങ്ങനെയാ? നമ്മള് വ്യക്തിപരമാണ്. നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത് വ്യക്തിപരം. ഞാനിപ്പോ നിങ്ങളെ ഓരോരുത്തരെയും എന്താ നമുക്കൊരു ഞാൻ നോക്കുന്ന പോലെയായിരിക്കില്ല വേറെ ആള് നോക്കുന്നത്. കണ്ടോ, അവരുടെ വ്യൂ എങ്ങനെയാ? തികച്ചും വ്യക്തിപരമാണ്. എന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എന്നെ പോലെ ആയിരിക്കണമെന്നില്ല വേറെ നേച്ചർ തികച്ചും വ്യക്തിപരമാണ്. everyone perceives the world in a different manner. ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. എന്റെ പോയിന്റ് ഓഫ് വ്യൂല ഞാൻ പറയുന്ന കാര്യങ്ങള്, പക്ഷെ അതുപോലെ ആയിരിക്കില്ല വേറെ ആക്കണം ഇത് വരുന്നത്. ഓരോരുത്തർക്കും എന്തുണ്ട്? അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അവർ restricted perception, it is clearly an uncertain barrier to the logical selection of the people. കണ്ടോ, നമ്മുടെ പരിമിതമായിട്ടുള്ള പെർസെപ്ഷൻ, അതിനെ പെർസീവ് ചെയ്യുക, അത് എന്താണ്? ആ ഒരു എബിലിറ്റി ആളുകൾക്ക് യുക്തിപരമായിട്ടുള്ള ലോജിക്കൽ സെലക്ഷൻ, യുക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ഒരു വ്യക്തികളെയും ഒരു എന്താണ് അൺസർട്ടൈൻ ബാരിയറാണ്, ഒരു തടസ്സമാണെന്നുള്ളത്. അതൊരു തടസ്സം തന്നെയാണ്. ഇപ്പൊ ഞാൻ കാണുന്ന വ്യൂവിലായിരിക്കില്ല വേറെ പോയിന്റ് ഓഫ് വ്യൂവില് വരുന്നത്. അതാ പറഞ്ഞേക്കുന്നത്, നമ്മുടെ പരിമിതമായിട്ട് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് കാഴ്ചപ്പാട്, ഞാൻ എങ്ങനെയാണ് കാണുന്നത്, ഞാൻ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അവരുടെ ആ യുക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് വ്യക്തികളുമായിട്ടുള്ള ഒരു ബാരിയർ തന്നെയാണത്. വ്യക്തിപരമായിട്ടുള്ള ഒരു ബാരിയർ, തടസ്സം തന്നെയാണ് പെർസെപ്ഷൻ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകള് പറഞ്ഞിരുന്നത്. അതായത് സെലക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഓരോ കാൻഡിഡേറ്റ്സിന്റെ കഴിവ് മനസ്സിലാവുന്നില്ല, അല്ലെ? ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കുട്ടി നല്ലതായിരുന്നു, ചിലപ്പോ വേറെ ആൾ ആ കുട്ടീനെ നോക്കുമ്പോ അങ്ങനെ ആവണമെന്നില്ല. പല രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുന്നത്, അല്ലെ? ആ വിലയിരുത്തലിന്റെ രീതി തടസ്സം തന്നെ, ബാരിയറാന്ന് പറയാം. ആ വിലയിരുത്തൽ ഇപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൊടുത്തു, പക്ഷെ വേറൊരാൾ അയാളുടെ കാഴ്ചപ്പാടിലെ വിലയിരുത്തുന്നത്. അപ്പൊ അയാൾ ചിലപ്പോ 90% കൊടുക്കുള്ളൂ. അപ്പൊ അവിടെ ആ ഡിഫറൻസ് വന്നില്ലേ? അതൊരു തടസ്സമാണ്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഒരു തടസ്സം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സെലക്ഷൻ രീതിയിൽ പല പോരായ്മകളും ഇവിടെ ഉണ്ടാകാം, അല്ലെ? ബാരിയർ ഉണ്ടാകാം, തടസ്സങ്ങൾ ഉണ്ടാവാം. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ആ 100% ഞാൻ കൊടുത്തത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഞാൻ 100% കൊടുത്തു, അല്ലേ? പക്ഷെ വേറെ ആളാകുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ല കഴിവുള്ളതായിരിക്കും, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും കൊടുത്തെന്ന് വരില്ല. അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് സെലക്ഷൻ
അവന് ഒരു തടസ്സം തന്നെയാണ്. അതിനകത്ത് ആ സെന്റൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സെന്റൻസ് ഓരോരുത്തരും ഈ ഓരോരുത്തരും ഈ ലോകത്ത് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് തന്നെയാണ് നമുക്കൊരു എന്താ പറയാ ക്ലിയർ ആയിട്ട് നമുക്ക് അവരെ വിലയിരുത്താൻ പറ്റില്ല. അത് തന്നെയാണ് ഒരു ബാരിയർ എന്ന് പറയുന്നത്. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരേപോലെ കാണുക. The fairness is the selection process means that there is no discrimination and biases against any individual on the basis of religion, race, gender, etc. And the selection procedure ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. എല്ലാവരെയും ഒരുപോലെ തന്നെ നമ്മൾ കാണണം. എന്താണ് നമുക്ക് ആരോടും ഒരു ഫേവർ ഒന്നും പാടില്ല. ആരോടും ഒരു ഫേവർ ചെയ്യാനോ ഒന്നും പാടില്ല. എല്ലാവരെയും എങ്ങനെ കാണണം? ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തിന്റെ പേരിൽ വിവേചനം പാടില്ല? റിലീജിയന്റെയോ അല്ലെങ്കിൽ റേസ് മതത്തിന്റെയോ അല്ലെങ്കിൽ ജെൻഡർ മെയില് ഫീമെയില് ആ ഒരു ജെൻഡറിന്റെ ഒന്നും പേരില് ഒരു തരംതിരിവും അവിടെ പാടില്ല. ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. എല്ലാവരോടും അപ്പൊ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേ? ഒരേ രീതിയിലായിരിക്കണം. ഒരു നീതി, ഒരു ന്യായം, അല്ലെ? ന്യായമായ രീതിയിലായിരിക്കണം. അടുത്ത നോക്കിയേ. Selection requires an individual or a group to measure and compare the expected competencies of others, which are objectives of choosing the right candidates for the job. Selection requires an individual or group measures and compare the expected. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് നമ്മൾ അവിടെ? ഈ സെലക്ഷൻ പ്രോസസ്സില് എന്താ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. എന്തിന്റെ ബേസില്? റിലീജിയൻ, gender. However, the attempt to reduce the gap have not been very effective. ആ ഗ്യാപ്പുകള് നമ്മൾ കുറയ്ക്കുക എന്നുള്ളത് വളരെ വെരി എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള കാര്യമല്ല. ആ ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളത് എന്തുകൊണ്ടാ? The less number of women ഈ ചില പൊസിഷനിലൊക്കെ സീനിയർ മാനേജ്മെന്റ് പൊസിഷനില് സ്ത്രീകളുടെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും. ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. The less number of women and other underprivileged section താഴെയുള്ള വരുന്ന സെക്ഷനിൽ വരുന്ന ആളുകൾ of the society in the middle and the senior management position കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവിടെ ഒരു ഗ്യാപ്പ് തന്നെയുണ്ട് കണ്ടോ. അതായത് അവര് എന്താണ് ആ മറ്റുള്ളവരുടെ ഒപ്പത്തിന് അങ്ങോട്ട് അതാക്കൂല. ആ ഒരു ഗ്യാപ്പ് നികത്തുക എന്നുള്ളത് എന്താണ് ഭയങ്കര അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് ഗ്യാപ്പ് നികത്തുക എന്നുള്ളത് കാര്യം. And then open discrimination on the basis of age in the job advertisement. Job advertisement discrimination ഇല്ലേ? ഏജിന്റെ ബേസില് നമുക്ക് പല പരസ്യങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടല്ലോ, ഇത്ര ഏജ് ലിമിറ്റ് ആണ് പറയണ്ടേ, below 30, below 35, below 20 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ഏജിന്റെ പറയില്ലേ, അതൊന്നും തിരിവ് പാടില്ല കേട്ടോ. And open discrimination on the basis of age in the job advertisement. ജോബ് അഡ്വർടൈസ്മെന്റിലുള്ള ആ ഏജിന്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ എക്സാമ്പിൾ. ഇതെല്ലാം ഏതാണ്? ഡിസ്ക്രിമിനേഷനുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ ഇതെല്ലാം എന്താണ്? ആ ഒരു തിരിവാണ്, അവരോട് ഒരു വിവേചനമാണ് ആ കാണിക്കുന്നത് അല്ലെ. ന്യായം അത് ഇല്ലായ്മയാണ് ആ കാണിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിലല്ല അവിടെ ചെയ്യുന്നത് അല്ലെ. എല്ലാ കാൻഡിഡേറ്റ്സിനെയും ശരിക്കും ഒരേ രീതിയിൽ കാണണം. ചിലപ്പോ നമുക്ക് അത് എന്താ നടപ്പിലാകാറില്ല. അതായത് അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നാ പറയുന്നത് അല്ലെ. ഏതിന്റെ ബേസില്? ജെൻഡറിന്റെ
ബേസിൽ അവർക്കൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അത് അപ്പൊ ആ ഗ്യാപ്പ് നമുക്ക് നികത്താന്നുള്ളത് ഫലപ്രദമായിട്ടുള്ള കാര്യമില്ല. കണ്ടോ, അതാണ് പറഞ്ഞിരുന്നത്. സീനിയർ മാനേജ്മെന്റ് പൊസിഷനിൽ സ്ത്രീകളുടെ എണ്ണം കുറവാണ്. പിന്നെ പ്രിവിലേജ് സെക്ഷൻസ് ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ അവർക്കൊക്കെ എന്താണ് വലിയ പോസ്റ്റിലേക്ക് അധികം ഇത് ഉണ്ടാവില്ല. അത് ഒരു ഡിസ്ക്രിമിനേഷനെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോബ് അഡ്വർടൈസ്മെന്റ് ഏജ് പറയുന്നത്, ഏജിന്റെ ബേസിലുള്ള വിവേചനവും ഇതൊക്കെ വിസിബിൾ എക്സാമ്പിൾസ് ആണ്, എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളോട് വായിച്ചു വെക്കുക കേട്ടോ. ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചസ്, ചേഞ്ചിങ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, ഓക്കെ. ബാക്കിന്റെ നാളെ ഉണ്ടല്ലോ, ഇതിന് കണ്ടിന്യൂ ചെയ്ത് നാളെ എടുക്കാം കേട്ടോ. പറയാം. താങ്ക് യു.